1979 അമേരിക്ക സന്ദർശിച്ചപ്പോൾ ജോൺ പോൾ രണ്ടാമൻ പാപ്പ പറഞ്ഞതാണ്, നിങ്ങളുടെ മേശകളിൽ നിന്ന് വീഴുന്ന അപ്പക്കഷ്ണങ്ങൾ കൊണ്ട് തൃപ്തിയടേണ്ടവരല്ല ദരിദ്രർ. നിന്റെ ഫ്രിഡ്ജിൽ അധികം അടച്ചുപൂട്ടിയിരിക്കുന്ന ഭക്ഷണം അത് വിശക്കുന്നവർക്കുള്ളതാണ്. നീ ഉപയോഗിക്കാതെ വെച്ചിരിക്കുന്ന വസ്ത്രങ്ങൾ അത് വസ്ത്രമില്ലാത്തവർക്കുള്ളതാണ്. 20-ാം നൂറ്റാണ്ടിൻ്റെ ലാസർമാർ നിങ്ങളുടെ കവാടത്തിൽ നിൽക്കുമ്പോൾ സമ്പത്ത് ദൂർത്തടിക്കുവാൻ നിങ്ങൾക്ക് അവകാശമില്ല. ഈശോ എന്ന സുവിശേഷത്തിൽ ധനവാന്റെ ലാസറിൻ്റെ ഉപമയാണ് പറയുന്നത്. ധനവാന്റെ ഭാവി നിശ്ചയിച്ചത് പടിവാതിൽക്കലുണ്ടായിരുന്ന ലാസർ എന്ന ദരിദ്രനായിരുന്നു. വിശുദ്ധ ബേസിൽ പറയുന്നൊരു കാര്യമുണ്ട്, നിങ്ങളൊരു പിശുക്കനല്ല, നിങ്ങൾ ആരുടെയും പിടിച്ചു പറിക്കുന്നില്ല. എന്നാൽ മറ്റുള്ളവർക്കായി നിങ്ങൾ എന്താണ് ചെയ്യുന്നത്? വസ്ത്രം മോഷ്ടിക്കുന്നവനെ കള്ളനെന്ന് നിങ്ങൾ വിളിക്കുന്നു. എന്നാൽ നഗ്നനായ ഒരുവനെ ഉടുപ്പിക്കാൻ കഴിയുമായിരുന്നിട്ടും അപ്രകാരം ചെയ്യാതിരുന്ന നിന്നെ എന്താണ് വിളിക്കേണ്ടത്? ഉപേക്ഷ എന്ന പാപം മൂലം നമുക്ക് നഷ്ടപ്പെടുന്നത് സ്വർഗമാണ്. ധനവാന് നഷ്ടപ്പെട്ടതും അതേ സ്വർഗമാണ്. സഹായിക്കാമായിരുന്നിട്ടും നന്മ ചെയ്ത് സ്വർഗം നേടാമായിരുന്നിട്ടും അതിന് കഴിയാതെ പോയി. നമ്മുടെ സ്വർഗം പണിയുന്നതും തകർക്കുന്നതും നമ്മൾ തന്നെയാണ്. കർത്താവിൻ്റെ കരുണയുടെ മുഖമാകാനായിട്ട് നമുക്ക് ശ്രമിക്കാം. ദരിദ്രർക്ക് ക്രിസ്തുവിൻ്റെ മുഖം കാണിച്ചു കൊടുക്കാം. ദൈവം നമ്മളെല്ലാവരെയും അനുഗ്രഹിക്കട്ടെ.